എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്നൊരു സംശയമാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനിക്ക് തീർച്ചയായും പഠിക്കേണ്ട മറക്കാണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. തീർച്ചയായും പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂഷൻ ക്യാമ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കമൻറ്റ് ബോക്സിനിടയിൽ കമൻറ്റ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന സംശയമാണ് എന്നായിരിക്കും റിസൾട്ട് വരിക എന്നുള്ളത്. തീർച്ചയായും വിദ്യാർത്ഥികൾ പറയുന്നത് ഒരു ഫെബ്രുവരി പകുതിയോടൊക്കെ കൂടി തന്നെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരാൻ സാധിക്കും. പെട്ടെന്നുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് പെൻഡിങ് ആണ്. ആ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലം ഉണ്ടാവുള്ളൂ. FIUGP വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം ഉള്ളതുകൊണ്ട് 4 ഇയർ ഡിഗ്രിക്ക് കുറച്ച് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ FIUGPക്കാരുടെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം റിസൾട്ട് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാണ്, തേർഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ടും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഓവർ വൈകുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓവർ വൈകാൻ ചാൻസ് ഒന്നുമില്ല. ഒരു ഫെബ്രുവരി മാസം പകുതിയോടൊക്കെ കൂടി തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അവൈലബിൾ ആകും. ഇപ്പോൾ എന്തുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസൾട്ടുകൾ എല്ലാം പെൻഡിങ് വെക്കുന്നത്? ഇപ്പോൾ FIUGP ഒന്നാം സെമസ്റ്റർ പരീക്ഷാ ഫലങ്ങളും വാലുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും യൂണിവേഴ്സിറ്റി പൂർത്തീകരിച്ചതാണ്. എന്താണ് റിസൾട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റി ഒരു വിശദീകരണം നൽകുന്നില്ല. ഈ തേർഡ് സെമസ്റ്റർ റിസൾട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ വാല്യുവേഷനും മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതാണ്. എന്നിട്ടും എന്താണ് റിസൾട്ട് വരാത്തതെന്നുള്ളത് യൂണിവേഴ്സിറ്റി വിശദീകരണം നൽകുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്ട് ചെയ്യുമ്പോഴും പെട്ടെന്നുണ്ടാകും, അടുത്ത ആഴ്ച ഉണ്ടാകും, അല്ലെങ്കിൽ വരും ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു അപ്ഡേറ്റ് മാത്രമാണ് നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. തീർച്ചയായും ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ അപ്ഡേറ്റ്. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ഫോൺ ഡിസ്ക്രിപ്ഷൻ ഫോർ വാച്ചിങ്. ബൈ.